നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ സുനിൽ കനകോലു എത്തുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾക്ക് മറുപടിയുമായി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നു. കനകോലുവിനെ ഒരു മന്ത്രവാദിയായല്ല, മറിച്ച് പാർട്ടിക്കുള്ള ഒരു അസിസ്റ്റന്റായിട്ടാണ് കാണേണ്ടതെന്ന് ഷാഫി വ്യക്തമാക്കുന്നു. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല, പക്ഷേ ജനകീയ പൾസ് അറിയുന്ന പ്രസ്ഥാനമാണ്. സുനിൽ കനകോലു ഇവിടെ പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നും നടത്തുന്നില്ല, മറിച്ച് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുവാനും അത് പാർട്ടിയുടെ ആശയങ്ങളുമായി ഒത്തുപോകുവാനും സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നത് UDFും കോൺഗ്രസ് നേതൃത്വവുമാണ്. ആർക്കു മുകളിലല്ല തന്ത്രജ്ഞർ, മറിച്ച് ജയത്തിനായുള്ള ഒരു ചാലകശക്തി മാത്രമാണവർ. മുഖ്യമന്ത്രി പിണറായി വിജയനെ നടൻ മോഹൻലാൽ അഭിമുഖം ചെയ്തതിനെ പരിഹസിച്ചുകൊണ്ടും ഷാഫി പറമ്പിൽ ഇന്ന് ശ്രദ്ധ നേടി. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുപിടിക്കുവാൻ എത്ര വലിയ താരങ്ങളെ അണിനിർത്തിയാലും ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ആര് ഇന്റർവ്യൂ ചെയ്താലും ഇത്തവണ ഈ സർക്കാരിനെ രക്ഷിക്കാൻ സാധിക്കില്ല. ജനങ്ങൾ അവരുടെ വിധി ഇതിനോടകം എഴുതി കഴിഞ്ഞു. ഭരണം പരാജയപ്പെടുമ്പോൾ PR ഏജൻസികളെ വിട്ട് വെള്ളപൂശുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. ഒരു വശത്ത് മോഹൻലാലിനെ പോലുള്ള താരങ്ങളെ ഉപയോഗിച്ച് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ നോക്കുമ്പോൾ മറുവശത്ത് സാധാരണക്കാരൻ പട്ടിണിയിലാണ്. സെലിബ്രിറ്റി അഭിമുഖങ്ങൾ കൊണ്ട് വിശക്കുന്നവന്റെ വയർ നിറയില്ല. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെയും ഷാഫി രൂക്ഷമായി തന്നെ വിമർശിച്ചു. കിഫ്ബി ഒരു വികസന ഏജൻസി എന്നതിലുപരി ഒരു PR ഏജൻസിയായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. 9.5% എന്ന ഭീമമായ പലിശയ്ക്കാണ് കിഫ്ബി കടമെടുക്കുന്നത്. ഈ പണമെടുത്ത് കോടികളാണ് പരസ്യങ്ങൾക്കായി ദൂർത്തടിക്കുന്നത്. 10-100 കോടി രൂപ വെറും PR പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കടക്കെണിയിലാക്കി PR ആഘോഷം നടത്തുന്ന ഈ സർക്കാർ രീതി ജനങ്ങൾ ചോദ്യം ചെയ്യും. സർക്കാർ പൂർണ്ണമായും ഒരു പരസ്യ കമ്പനിയെ അധപതിച്ചു. ഷാഫി പറമ്പിലെ ഈ വാക്കുകൾ വരും ദിവസങ്ങളിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തുമെന്നത് ഉറപ്പാണ്. കനകോലുവിന്റെ തന്ത്രങ്ങളും സർക്കാരിന്റെ PR പ്രതിരോധവും തമ്മിലുള്ള യുദ്ധമായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട്. ജനങ്ങൾ ആരെ സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. KSU നേതാവിന്റെ വീടിന് നേരെ നടന്ന ബോംബേറിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെ ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന ഭീരുത്വമാണ് CPIM കാണിക്കുന്നത്. ഒരു വശത്ത് നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് കലാലയ നേതാക്കളുടെ വീടിന് നേരെ ബോംബെറിയുകയും ചെയ്യുന്നത് ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. പോലീസിനെ നോക്കുകുത്തിയാക്കി DYFI CPIM ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ഇത്തരം ഭീഷണികൾ കണ്ട് കോൺഗ്രസോ KSUവോ പിന്മാറില്ല. ബോംബെറിഞ്ഞും തല്ലിയും പ്രസ്ഥാനത്തെ തകർക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. വീടിന് നേരെ ബോംബെറ നടക്കുമ്പോഴും സർക്കാർ PR വർക്കുകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് ഷാഫി കുറ്റപ്പെടുത്തുന്നു. മോഹൻലാൽ നടത്തിയ അഭിമുഖം ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ജനങ്ങളെ ബോംബെറിഞ്ഞ് പേടിപ്പിക്കുക, എന്നിട്ട് വലിയ താരങ്ങളെ വെച്ച് ഇന്റർവ്യൂ നടത്തി തങ്ങൾ മാന്യന്മാരാണെന്ന് വരുത്തി തീർക്കുക, ഇതാണ് നിലവിലെ രീതി. ആര് ഇന്റർവ്യൂ ചെയ്താലും ജനങ്ങളുടെ ഉള്ളിലെ പ്രതിഷേധം തണുപ്പിക്കുവാൻ കഴിയില്ല. സർക്കാരിന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ സെലിബ്രിറ്റികൾക്ക് സാധിക്കില്ല. ജനങ്ങൾ അവരുടെ അന്തിമ അഭിമുഖം പോളിംഗ് ബൂത്തിൽ വെച്ച് നടത്തിക്കോളും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ CPIM ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചതാണ്. കഴുത്ത് പിടിച്ചു തിരിക്കുന്നത് ഏത് വീഡിയോയിലാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ചാനലുകളും പുറത്തുവിട്ടു. എവിടെയാണ് മർദ്ദനം? എവിടെയാണ് കഴുത്തു പിടിച്ച് തിരിച്ചത്? CPIM സംസ്ഥാന സെക്രട്ടറി പച്ചക്കള്ളം പറഞ്ഞ് അണികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണ്. ചെടിച്ചട്ടി കൊണ്ട് തല അടിച്ചു പൊട്ടിക്കുന്നത് രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ളത്. ഒരു കരിങ്കൊടി കണ്ടപ്പോഴേക്കും അത് വധശ്രമമായി മാറുന്നത് എങ്ങനെയാണ്? ഈ കുതന്ത്രമൊന്നും ഇനി കേരളത്തിൽ ചെലവാകില്ല. ജനം ബാലറ്റിലൂടെ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് ഭരണത്തിന് പുറത്താക്കും. തനിക്ക് പരിക്കേറ്റപ്പോൾ പരിഹസിച്ചവർ ഇന്ന് മന്ത്രിയുടെ അദൃശ്യമായ പരിക്കിനു വേണ്ടി കണ്ണീരൊഴുക്കുകയാണെന്ന് ഷാഫി ഓർമ്മിപ്പിച്ചു. പേരാമ്പ്രയിൽ വെച്ച് പോലീസിന്റെ മർദ്ദനമേറ്റ തന്നോട് ചോദ്യം ചോദിച്ച വിപ്ലവകാരികളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. മൂക്കിൽ അടിയേറ്റാൽ ICUവിൽ കയറ്റുമോ എന്ന് ചോദിച്ചവർ ഇപ്പോൾ മന്ത്രിയുടെ മൂക്കിന് താഴെ കരിങ്കൊടി കണ്ടപ്പോൾ വിലാപയാത്ര നടത്തുകയാണ്. മർദ്ദനമേറ്റാൽ ഫോണിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചവർ ജീവനോടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ ഇരട്ടത്താപ്പിനുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. ഒരു വശത്ത് KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിയുന്നു, മറുവശത്ത് മുഖ്യമന്ത്രി മോഹൻലാലിനെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ച് മാന്യനാക്കാൻ ശ്രമിക്കുന്നു. എത്ര PR വർക്ക് നടത്തിയാലും ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ പാപക്കറ മായുകയില്ല. കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാകുമെന്ന സൂചനയാണ് ഷാഫി പറമ്പിൽ നൽകുന്നത്. സർക്കാരിന്റെ ഓരോ നീക്കത്തെയും കൃത്യമായ തെളിവുകളോടെ നേരിടുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം.